ഹലോ, ഇന്ന് നമുക്ക് ശർക്കര വരട്ടിയും വറുത്തപ്പേരിയും ഉണ്ടാക്കിയാലോ? ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് ഇവിടെ 3 പച്ചക്കായയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചക്കായ ശർക്കര വരട്ടിക്കാണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ തോലൊക്കെ കളഞ്ഞെടുക്കാം. തോല് കളഞ്ഞ പച്ചക്കായ നമുക്ക് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ശർക്കര വരട്ടിയിലേക്കുള്ള പൊടി ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര, അരി, ചുക്കുപൊടി, കുരുമുളക് പൊടി, ഏലക്കായ, 1/4 ടീസ്പൂൺ ജീരകം. ഇനി നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. ചട്ടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരുന്ന പോലെ വറുത്തെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ അരി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് പച്ചക്കായ മുറിച്ചെടുക്കാം. പച്ചക്കായൻ്റെ നടു മുറിച്ചിട്ട് നമുക്ക് 2 മുറിച്ചിട്ട് നന്നായിട്ട് ഒരു 1.5 ഇഞ്ച് കനത്തിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്കത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകി ഊറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് മുറിച്ച് വെച്ച പച്ചക്കായ ഇട്ട് കൊടുക്കാം. ഞാൻ ആ എടുത്ത വീഡിയോ ക്ലിപ്പ് എവിടെയോ മിസ്സാക്കി. ലോ ഫ്ലെയിമിൽ വേണം നമ്മളതൊന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളു വേവില്ല കേട്ടോ. ഈ സമയം നമ്മുടെ പച്ചക്കായയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ലേ, 2 ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേറിട്ട് കൊടുക്കുക. ഇനി നമുക്കതൊന്നൊന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്ത് കോരി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അരിയുടെ മിക്സ് പൊടിക്കാം. അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ശർക്കര പൊടിയാണ് എടുത്തിരിക്കണേ. നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കരപ്പാനി തയ്യാറാക്കി. ഇനി നല്ല വായ്വട്ടമുള്ള പാത്രം ഉണ്ടാവുമല്ലോ, അതെടുത്ത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് പോകണം. ഇനി നമുക്ക് ഇടയ്ക്ക് ഒന്ന് ആ ചൂടാറിയിട്ടൊന്ന് തൊട്ട് നോക്കാം. ഇപ്പോൾ ഒറ്റ നൂൽ പരുവായിട്ടുണ്ട്. അത്ര ആയാൽ പോരാ, കുറച്ചുകൂടെ ഇങ്ങനെ 2-3 നൂലായിട്ട് നമുക്ക് കിട്ടും. ആ ടൈമിൽ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുത്ത് നമ്മുടെ പൊടി ഉണ്ടല്ലോ അതിങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒറ്റയടിക്ക് ഇടരുത്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി എടുക്കാം. ഒരുപാടുണ്ടെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ ആ പൊടി. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള വറുത്തപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾക്ക് പച്ചക്കായ 4 മുറിച്ചെടുക്കണം. നടുവിലൂടെ സൈഡിലൂടെ 2 വരയായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. കനം കുറച്ച് അരിഞ്ഞാൽ മതി, ഒരുപാട് കട്ടി വേണ്ട, എന്നൊട്ടും വളരെ തിന്നാവും വേണ്ട. ഇനി നമുക്ക് എണ്ണ ചൂടായ ശേഷം നമ്മുടെ പച്ചക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതും അതുപോലെ തന്നെ സിമ്മിൽ ഇട്ടിട്ട് വറുത്ത് എടുക്കാം. നമുക്ക് പാകമായും തോന്നിയാൽ അതൊന്ന് എടുത്ത് ചൂടാറിയ ശേഷം ഒന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മുടേത് പാകമായിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം നമുക്ക് അതിലേക്ക് തെളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്തപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 ഐറ്റംസും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ആകെ നോക്കേണ്ടത് ചെറിയ തീയിലിട്ട് വറക്കാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നാളെ കാണാം. ബൈ.